മോഹൻലാൽ നല്ലവനായ റൗഡി എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യില്ലെന്ന് അടൂർ പറയുന്നതിന്റെ കാരണം വിചിത്രം. ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോഹൻലാലിന് ലഭിച്ച ആദരം തനിക്ക് നൽകിയില്ലെന്ന് പരിഭവം. ലാൽ സലാം വേദിയിൽ വെച്ച് മോഹൻലാൽ അടൂരിന് നൽകിയ മറുപടിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ആരാധകർ. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകടിപ്പിച്ച പരിഭവം പല രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. 2004 അടൂരിനെ സമഗ്ര സംഭാവന പരിഗണിച്ച് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. മലയാളത്തിലേക്ക് ആദ്യമായി സിനിമയിലെ പരമോന്നത പുരസ്കാരം കൊണ്ടുവന്ന അടൂർ ഗോപാലകൃഷ്ണനെ വലിയൊരു പൗരാവലിക്ക് മുന്നിൽ വെച്ച് ആദരിച്ചിരുന്നില്ല. ഈ പരിഭവമാണ് അദ്ദേഹം മോഹൻലാലിനെ ആദരിക്കുന്ന വേദിയിൽ വെച്ച് പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും മോഹൻലാലിനെ ആദരിക്കാൻ മുൻകൈയെടുത്തതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത അടൂർ മോഹൻലാലിന്റെ ദേശീയ തലത്തിലുള്ള നേട്ടങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചതിൽ തനിക്ക് വലിയ പങ്കുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്തു. മോഹൻലാൽ ആദ്യമായി മികച്ച നടനുള്ള പുരസ്കാരം നേടുമ്പോൾ ജൂറി ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. പല കാരണങ്ങളാൽ മോഹൻലാലുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അടൂർ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മറുപടി പ്രസംഗത്തിൽ മോഹൻലാൽ എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ കല്ലുകടിയോടെ ആയിരുന്നു. തന്നെക്കുറിച്ച് ആദ്യമായി സംസാരിച്ച അടൂർ എന്ന് പറഞ്ഞു തുടങ്ങിയ മോഹൻലാൽ പിന്നെ ആ വാചകം സ്വീകാര്യമായ രീതിയിൽ മാറ്റി പറഞ്ഞു. തന്നെ എന്നും മാറ്റി നിർത്താൻ ശ്രമിച്ച അടൂരിനുള്ള മറുപടി മോഹൻലാൽ അറിയാതെ പറഞ്ഞു പോയതാകാം എന്നാണ് ചിലർ ഇതിനെക്കുറിച്ച് വിലയിരുത്തിയത്. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്, 4 പെണ്ണുങ്ങൾ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിയാണ് തന്റെ മികച്ച കഥാപാത്ര സൃഷ്ടിക്കായി പലപ്പോഴും ഉപയോഗപ്പെടുത്തിയത്. മലയാള സിനിമയിൽ മോഹൻലാൽ അനായാസ അഭിനയത്തിന്റെ തമ്പുരാനായി വാഴുമ്പോഴും അടൂർ മോഹൻലാലിനെ മികച്ച അഭിനേതാവായി പരിഗണിച്ചതേയില്ല. 2 വർഷം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ താൻ മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മോഹൻലാലിന് നല്ലവനായ റൗഡിയുടെ ഇമേജാണുള്ളതെന്നും അതിൽ തനിക്ക് വിശ്വാസമില്ലെന്നുമായിരുന്നു അടൂർ പറഞ്ഞത്. റൗഡി തന്നെയാണ്, അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നതെന്ന് ചോദിച്ച അടൂർ കഴിവുള്ളവരെ താൻ എപ്പോഴും അംഗീകരിക്കാറുണ്ടെന്നും പറഞ്ഞു. ഈ അഭിമുഖം മോഹൻലാൽ ആരാധകരെ കുപിതരാക്കിയിരുന്നു. മലയാളത്തിന് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അദ്ഭുതമായ നടന വിസ്മയത്തെ അടൂർ അപമാനിച്ചുവെന്ന വിമർശനം ഉയർന്നിരുന്നു. ഭരതം, വാനപ്രസ്ഥം എന്നീ സിനിമകളിലൂടെ ദേശീയ നടനുള്ള പുരസ്കാരം നേടിയ മോഹൻലാൽ മണിരത്നത്തിന്റെ ഇരുവരിലൂടെ ഇന്ത്യൻ സിനിമയെ അതിശയിപ്പിച്ചു. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചതിന് പിന്നാലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും നൽകി. ചെറിയ പ്രായത്തിൽ രാജ്യത്തെ പരമോന്നത സിനിമാ പുരസ്കാരം ലാലിനെ തേടിയെത്തിയതിന് പിറകിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരോപിക്കാൻ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തയ്യാറായിട്ടില്ല. ഏവരും മോഹൻലാലിന്റെ പുരസ്കാര ലബ്ധിയെ അർഹതയ്ക്കുള്ള അംഗീകാരമായി കാണുന്നു. താൻ നല്ലവനായ റൗഡി എന്ന് പറഞ്ഞ് അവഗണിച്ച് മാറ്റി നിർത്തിയ മോഹൻലാൽ ഈ വിധം ആഘോഷിക്കപ്പെടുമ്പോൾ അടൂർ അസ്വസ്ഥനായി. തനിക്കൊപ്പം സിനിമ ചെയ്തില്ലെങ്കിലും ലാലിന്റെ എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം താൻ ജൂറി ചെയർമാനായിരുന്ന സമയത്ത് നൽകിയ മികച്ച നടനുള്ള പുരസ്കാരത്തോടെയാണെന്ന് ഓർമ്മപ്പെടുത്താൻ അടൂർ ശ്രമിച്ചു. അതിൽ ലാലിനും ചെറിയ നീരസമുണ്ടായെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. തന്നെ നല്ലവനായ റൗഡിയാക്കി മാറ്റി നിർത്തിയ അടൂർ തന്നെക്കുറിച്ച് ആദ്യമായി നല്ലത് പറഞ്ഞുവെന്ന് പറയാൻ തുനിഞ്ഞ മോഹൻലാൽ പെട്ടെന്ന് വിവാദ സാഹചര്യം ഒഴിവാക്കിയെന്നാണ് മോഹൻലാൽ ആരാധകർ അവകാശപ്പെടുന്നത്.